ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ തേർഡ് പാർട്ടായ പ്രോനൗൺ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ ആക്ച്വലി വേർഡ്സ് ദാറ്റ് റീപ്ലേസ് ദി നൗൺ. നമ്മൾ നൗണും വേർബും ഒക്കെ പഠിച്ചു. അത് നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിമിങ് വേർഡ്സ് ആണ്. അതായത് ഒരു വ്യക്തിയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര്, സാധനം, അങ്ങനെയുള്ള നാമങ്ങളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ നൗൺസ് ഒക്കെ പഠിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ പറ്റി കുറേ സെൻറ്റൻസുകൾ നമുക്ക് പറയണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രോനൗൺസിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നൗണിനെ കുറേ തവണ പറയുമ്പോൾ ആ റെപ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് പ്രോനൗൺസ് ആർ ആക്ച്വലി വേർഡ്സ് ദാറ്റ് റീപ്ലേസ് ദ നൗൺ. If we do not have pronouns, we would have to repeat a lot of nouns. So that's why pronoun is important. ഇനി നമുക്ക് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ എന്ന് പറയുന്നത് അത് ഞാൻ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. ഇനി അതുപോലെ യു, നീ, മീ എന്ന് പറയുമ്പോൾ എനിക്ക്, മൈൻ എൻ്റേത്, വി ഞങ്ങൾ, ദേ അവർ, യുവേഴ്സ് നിൻ്റേത്, ഹി അവൻ, ഷീ അവൾ, ഹേഴ്സ് അവളുടേത്, ഹിസ് അവൻ്റേത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോനൗൺസ്. ഇനി ഈ പ്രോനൗൺസിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾ. സേറ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സേറ ഈസ് പ്രിറ്റി. ഐ ലവ് സേറാസ് ക്യാരക്ടർ. അപ്പോൾ നമ്മൾ നൗൺ പഠിച്ച സ്ഥിതിക്ക് ഈ സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ നമുക്കിതിൻ്റെ മീനിങ് വളരെ ക്ലിയർ ആണ് അല്ലേ? പക്ഷേങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നൗൺസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തും സേറ എന്ന് നമ്മൾ പറഞ്ഞ് ഈ നൗൺസ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇംഗ്ലീഷ് ഗ്രാമറിൽ പ്രോനൗൺസിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ നൗൺസിനെ റീപ്ലേസ് ചെയ്യുക. അതായത് നമ്മൾ ഒരാളെ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് മാത്രം നമ്മൾ ആ നൗൺ യൂസ് ചെയ്യുക. പിന്നെ ആ നൗണിൻ്റെ റിപ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ പ്രോനൗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സേറ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ നമ്മൾ സേറയെ പറ്റിയാണ് പറയുന്നത് എന്ന് ഈ സെൻറ്റൻസിൽ നിന്ന് ക്ലിയർ ആണ്. വീണ്ടും സേറയെ പറ്റി പറയാൻ നമുക്കിവിടെ ഏത് പ്രോനൗൺ ആണ് ആപ്റ്റ് എന്ന് നോക്കുക. സേറ ഈസ് പ്രിറ്റി, അവൾ പ്രിറ്റിയാണ്. അവൾ എന്നുള്ളതിൻ്റെ പ്രോനൗൺ ആണ് ഷീ. അപ്പോൾ ഇവിടെ പ്രോനൗൺ ഷീ യൂസ് ചെയ്യാം. ഇനി ഇവിടെയോ ഐ ലവ് സേറാസ് ക്യാരക്ടർ, എനിക്ക് സേറയുടെ ക്യാരക്ടർ ഇഷ്ടമാണ്. സേറയുടെ എന്ന് പറഞ്ഞാൽ പ്രോനൗൺ യൂസ് ചെയ്യേണ്ടത് അവളുടെ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഹെർ എന്ന് പറയുന്ന പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഈ പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസിലെ നൗണിൻ്റെ റെപ്പറ്റീഷൻ കുറയ്ക്കാൻ പറ്റും. സോ ഇപ്പോൾ ഈ സെൻറ്റൻസുകൾ എങ്ങനെ? സേറ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഷീ ഈസ് പ്രിറ്റി, ഐ ലവ് ഹെർ ക്യാരക്ടർ. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രോനൗൺസ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ പ്രോനൗൺസ് മെയിനായിട്ടും 8 ആയിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രോനൗൺ, സെക്കൻഡ് possessive pronoun, third one reflexive or emphatic pronoun, fourth one demonstrate pronoun, fifth one is distributive pronoun, sixth indefinite pronoun, seventh reciprocal pronoun, and the last and eighth one is interrogative pronoun. So ഇത്രയാണ് pronouns. So ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The first one is personal pronoun. Personal pronoun refers to a specific person in a sentence. അതായത് ഒരു സെൻറ്റൻസിൽ വ്യക്തിയുടെ പേരിന് പകരമായിട്ടാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അത് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. സോ വ്യക്തിയുടെ പേരിന് പകരമായിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൗണാണ് പേഴ്സണൽ പ്രൊനൗൺ. ഇനി ഈ പേഴ്സണൽ പ്രൊനൗണിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയാണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ. സോ ഏതൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ നോക്കാം. ദ ഫസ്റ്റ് പേഴ്സൺ ഇൻക്ലൂഡ്സ് ഐ, വി, മീ, അസ്, മൈ, മൈൻ, അവർ, അവേഴ്സ്. സോ ദ ഫസ്റ്റ് പേഴ്സൺ മീൻസ് നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രോനൗൺസ്. ഐ എന്ന് പറയുമ്പോൾ ഞാനാണ്. സോ അതൊരു ഫസ്റ്റ് പേഴ്സൺ ആണ്. വി എന്ന് പറയുമ്പോൾ ഞങ്ങളിനകത്തും ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ. നീ എനിക്ക്. നെക്സ്റ്റ് വൺ ഈസ് അസ്, അതിലും ഞാനുണ്ട്. മൈ എൻ്റെ, മൈൻ എൻ്റേത്, അവർ ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഞാനുണ്ട്. സോ ഈ ഫസ്റ്റ് പേഴ്സണിൽ എപ്പോഴും നമ്മൾ എന്ന് പറയുന്ന വ്യക്തി അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അതാണ് ഫസ്റ്റ് പേഴ്സൺ. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ യു ആൻഡ് യുവേഴ്സ്, നീ നിൻ്റേത്, യു യുവേഴ്സ്, അതാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ഇപ്പോൾ തേർഡ് പേഴ്സണിൽ വരുന്നത്
ഈ രണ്ട് കാറ്റഗറിയിലല്ലാത്ത ബാക്കി എല്ലാ പ്രൊണൗൺസും തേർഡ് കാറ്റഗറിയിൽ വരും. സോ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമതൊരാൾ, അതായത് അവൾ, അവൻ, അവളുടേത്, അവൻ്റേത്. സോ അതൊക്കെയാണ്. അത് എന്നൊക്കെ പറയുന്ന തേർഡ് പേഴ്സൺ ആയിട്ട് വരും. ഹി, ഷീ, ഹിം, ഹർ, ഹേഴ്സ്, ഹിസ്, ഇറ്റ്, ഇറ്റ്സ്, ഇതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. സോ ഇതാണ് പേഴ്സണൽ പ്രൊണൗൺസിലെ 3 ഡിഫറെൻറ്റ് കാറ്റഗറി. I will give you some examples for the personal pronoun. First one is Clara and I are at home right now. So ഇതിലെ സബ്ജക്ട്സ് ആയ ക്ലാര ആൻഡ് ഐക്ക് പകരം നമ്മൾ ഏത് പ്രൊനൗൺ യൂസ് ചെയ്യും? ഇപ്പോൾ ക്ലാര ആൻഡ് ഐ എന്ന് വെച്ചാൽ അതിനകത്ത് ഞാനും ഉണ്ട്. ഐ എന്ന് വെച്ചാൽ ഞാനെന്നാണ്. സോ ക്ലാരയും ഞാനും, അപ്പോൾ ഞങ്ങളെന്നാണ് അതിൻ്റെ പ്രൊനൗൺ വരേണ്ടത്. സോ വി എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. വി ആർ അറ്റ് ഹോം റൈറ്റ് നൗ. നെക്സ്റ്റ് വൺ, സൂസൻ ഈസ് എ സെക്രട്ടറി. അപ്പോൾ ഇവിടെ സൂസന് പകരം നമുക്ക് ഏത് പ്രൊനൗൺ യൂസ് ചെയ്യാം? ഷീ, അവളൊരു സെക്രട്ടറിയാണ്. ദി തേർഡ് എക്സാമ്പിൾ, Stephen and Bryan are lawyers. What we can use instead of Stephen and Bryan? Stephen and Bryan. അപ്പം നമ്മൾ അതിനകത്ത് ഞാനെന്ന് പറയുന്ന ഒരാളില്ല. അപ്പോൾ നമ്മൾ വേറെ 2 പേരെ നോക്കിയിട്ട് Stephen and Bryan are lawyers. അപ്പോൾ അവർ ലോയേഴ്സ് ആണെന്ന് പറയാൻ നമുക്ക് ഏത് പ്രൊനൗൺ യൂസ് ചെയ്യാം? they എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. they are lawyers. Next one, the cat is on the roof. ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലാതെ അതൊരു ആനിമലാണ്. സോ ഇവിടെ നമുക്ക് ഇറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൺ ദ റൂഫ്. സോ ഇങ്ങനെയാണ് പേഴ്സണൽ പ്രൊനൗൺസ് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. സോ ദി നെക്സ്റ്റ് വൺ ഈസ് പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ എന്ന് വെച്ചാൽ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഓണർഷിപ്പ്, അല്ലെങ്കിൽ ഇറ്റ് റിഫേഴ്സ് ടു സംതിങ് ബിലോങ്സ് ടു സംവൺ. ഓണർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പവറുണ്ട്, ഒരു അധികാരമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടാണ് ഈ സാധനങ്ങൾ, നമ്മുടെ സ്വന്തമാണ് എന്നൊക്കെ പറയാനാണ് ഈ പൊസസീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. പൊസസീവ് പ്രൊനൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് മൈ, മൈൻ, യുവർ, യുവേഴ്സ്, അവർ, അവേഴ്സ്, ഹേഴ്സ്, ഹിസ്. ഇതെല്ലാം പൊസസീവ് പ്രൊനൗൺസ് ആണ്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ബുക്ക് ഈസ് മൈൻ. ആ ബുക്ക് എൻ്റേതാണ്. സോ അതൊരു പൊസഷനാണ് അവിടെ കാണിക്കുന്നത്. എൻ്റേത് എന്ന് പറയാനായിട്ട് നമ്മളിവിടെ പൊസസീവ് പ്രൊനൗൺ ആയ മൈൻ യൂസ് ചെയ്തു. മൈ ഷർട്ട് ഈസ് ഗ്രീൻ. ഇവിടെ പൊസസീവ് പ്രൊനൗൺ മൈ ആണ്. എൻ്റെ ഷർട്ട് ഗ്രീൻ ആണ്. ദ ഷർട്ട് ഈസ് മൈൻ, അങ്ങനെയും നമുക്ക് പറയാം. എൻ്റേത്, ഇതെല്ലാം പൊസസീവ് പ്രൊനൗൺ ആണ്. ദ ഷർട്ട് ഈസ് മൈൻ, ഷർട്ട് എൻ്റേതാണ്. യോർ ബുക്ക് ഈസ് ന്യൂ. അവിടെ യുവർ, നിൻ്റെ ബുക്ക് പുതിയതാണ്. നിൻ്റെ എന്ന് പറയുന്നത് അവിടെ ഒരു പൊസസീവ് പ്രൊനൗൺ. ദ ബുക്ക് ഈസ് യുവേഴ്സ്, ഈ ബുക്ക് നിൻ്റേതാണ്. അവിടെ നിൻ്റേത് എന്ന് കാണിക്കാൻ പൊസസീവ് പ്രൊനൗൺ ആയ യോഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഹിസ് പില്ലോ ഈസ് സോഫ്റ്റ്. ഹിസ്, അവൻ്റെ പില്ലോ സോഫ്റ്റ് ആണ്. അവൻ്റെ, അത് അവൻ്റേതാണ്. സോ പൊസസീവ് പ്രൊനൗൺ ഹിസ്. ഹർ ഡോഗ് ഈസ് ഫ്രണ്ട്ലി. അവളുടെ ഡോഗ് ഫ്രണ്ട്ലി ആണ്. സോ അവിടെ പൊസഷൻ ആണ് കാണിക്കുന്നത്. ഡോഗ് അവളുടേതാണ്. സോ ഹർ ഈസ് എ പൊസസീവ് പ്രൊനൗൺ. ദി ഡോഗ് ഈസ് ഹേഴ്സ്. ഡോഗ് അവളുടേതാണ്. അവിടെ ഹേഴ്സ് എന്ന് പറയുന്നത് പൊസസീവ് പ്രൊനൗൺ ആണ്. അവർ ബേർഡ് ഈസ് നോയ്സി. അവർ ബേർഡ് ഈസ് നോയ്സി. അവർ, ഞങ്ങളുടെ ബേർഡ്. സോ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഓണർഷിപ്പ്. ദ ബേർഡ് ഈസ് അവേഴ്സ്. ബേർഡ് ഞങ്ങളുടേതാണ്. ദെയർ കാർ ഈസ് ന്യൂ. ദ കാർ ഈസ് theirs. ഇതെല്ലാം പൊസസീവ് പ്രൊനൗൺസ് ആണ്. സോ ദി തേർഡ് വൺ ഈസ് റിഫ്ലെക്സീവ് ഓർ എംഫാറ്റിക് പ്രൊനൗൺ. ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് തന്നെയാണ് ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ യൂസ് ചെയ്യുക. ഓർ വി ക്യാൻ സേ ദാറ്റ് റിഫ്ലെക്സീവ് പ്രൊനൗൺ ഈസ് യൂസ്ഡ് വെൻ സംതിങ് ഡസ് സംതിങ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ റിഫ്ലെക്സീവ് പ്രൊനൗണിൻ്റെ കേസിൽ സബ്ജക്റ്റ് തന്നെയായിരിക്കും ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് സബ്ജക്റ്റിന് തന്നെയാണ്. അതാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. സോ ഏതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയാം. ഫസ്റ്റ് വൺ, മീ. മീ എന്ന് പറയുന്ന പ്രൊനൗണിൻ്റെ റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് മൈ സെൽഫ്. ഹീ എന്ന് പറയുന്നതിൻ്റെ ഹിംസെൽഫ് ആണ്. ഹേറിൻ്റെ ഹെർ സെൽഫ്. ഇറ്റ് സെൽഫ്. യു, യോർ സെൽഫ്. യുവിന് തന്നെ യോർ സെൽഫും യോർ സെൽഫ്സ് എന്നും പറയാം. അസിൻ്റെത് അവർ സെൽസ്. ദമിൻ്റെ ദം സെൽസ്. മീ, ഹിം, ഹെർ, ഇറ്റ്, യു.
ഇത്രയും സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ സെൽഫ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്തത്. ഇനി യു, ഇവിടുത്തെ ഈ സെക്കൻഡ് യു എന്ന് പറയുന്നത് പ്ലൂറലാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ അസ്, ദം എന്നൊക്കെ പറയുന്നത് പ്ലൂറലാണ്. സോ അതാണ് ഇവിടെ SELVES എന്ന് വന്നിരിക്കുന്നത്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, വി ഹാവ് എൻജോയ്ഡ് അവർ സെൽഫ്സ്. ഇവിടെ വി എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വി ഹാവ് എൻജോയ്ഡ് അവർ സെൽഫ്സ്, ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതും അവർ തന്നെയാണ്. അവർ എൻജോയ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫലം കിട്ടിയത് അവർക്ക് തന്നെയാണ്. സാധാരണ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റ്. അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആകാം. പക്ഷേ ഇവിടെ നമ്മൾ തന്നെ ആയതുകൊണ്ടാണ് അത് റിഫ്ലെക്റ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ദേ ആർ ഡൂയിങ് ഇറ്റ് ദംസെൽസ്. എന്തോ ഒരു കാര്യം അവർ തന്നെ ചെയ്യുകയാണ്. ദേ ആർ ഡൂയിങ് ഇറ്റ് ദംസെൽസ്. അവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ദംസെൽസ് ആണ്. നെക്സ്റ്റ് വൺ, ഷീ ലവ്സ് ടു ട്രാവൽ ഹെർസെൽഫ്. അവൾക്ക് സ്വയമേ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ, അതായത് എലോൺ ആയിട്ട് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. സോ ഷീ ലവ്സ് ടു ട്രാവൽ ഹെർസെൽഫ്. സ്വയം, അല്ലാതെ അവൾക്ക് തന്നെ എന്നുള്ളൊരു മീനിങ്ങിനാണ് അവിടെ ഹെർസെൽഫ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെർസെൽഫ് ആണ്. സോ മൈ ഫാദർ ബേക്ഡ് എ കേക്ക് ഹിംസെൽഫ്. അപ്പോൾ എൻ്റെ ഫാദർ സ്വയമായിട്ടാണ് അത് ചെയ്തത്. സോ മൈ ഫാദർ എന്ന് പറയുന്ന അവിടുത്തെ സബ്ജക്റ്റ് ആണ്. അപ്പോൾ മൈ ഫാദർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റിഫ്ലെക്സീവ് പ്രോണൗൺ എന്ന് പറയുന്നത് ഹിംസെൽഫ്, അവൻ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഹിംസെൽഫ് എന്ന് പറയുന്ന റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. എപ്പോഴും റിഫ്ലെക്സീവ് പ്രോണൗൺ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഒരു സെൻറ്റൻസിൻ്റെ അവസാനമായിരിക്കും. ഇനി എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോണൗണിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒരാളായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. അത് ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലായിട്ടായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്യുക? വെൻ റിഫ്ലെക്റ്റീവ് പ്രോണൗൺസ് ആർ യൂസ് ടു എംഫസൈസ് ദ നൗൺ. റിഫ്ലെക്റ്റീവ് പ്രോണൗൺസ് ഒരു നൗൺസിനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് അത് എംഫാറ്റിക് പ്രോണൗൺ ആവുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഈ എംഫാറ്റിക് പ്രോണൗൺസും റിഫ്ലെക്റ്റീവ് പ്രോണൗൺസ് തന്നെയാണ്. അതായത് മൈസെൽഫ്, ദംസെൽഫ്, ഹെർസെൽഫ്, യുവർസെൽഫ്, അതൊക്കെ തന്നെയാണ് എംഫാറ്റിക് പ്രോണൗൺ. പക്ഷേ യൂസ് ചെയ്യേണ്ട ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും എംഫാറ്റിക് പ്രോണൗൺസ് യൂസ് ചെയ്യുമ്പോൾ അതെപ്പോഴും സബ്ജക്റ്റിൻ്റെ അടുത്ത് തന്നെ യൂസ് ചെയ്യുക. സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എംഫാറ്റിക് പ്രോണൗൺസും യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഷീ ഹെർസെൽഫ് മെയ്ഡ് ദ കേക്ക്. ഷീ ഹെർസെൽഫ് മെയ്ഡ് ദ കേക്ക്. ഇവിടെ ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഇവിടെ ഏതാണ് എംഫാറ്റിക് പ്രോണൗൺ? ഹെർസെൽഫ്. ഇത് ഈ സബ്ജക്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് എംഫാറ്റിക് പ്രോണൗൺ. ഷീ ഹെർസെൽഫ് മെയ്ഡ് എ കേക്ക്. റിഫ്ലെക്സീവ് പ്രോണൗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ പറയും? ഷീ മെയ്ഡ് എ കേക്ക് ഹെർസെൽഫ്. ഹി ഹിംസെൽഫ് കുക്ക് ദ ഫുഡ്. അവൻ ഫുഡ് സ്വയം അവൻ തന്നെ ഉണ്ടാക്കി. അവിടെ എംഫസൈസ് ചെയ്താണ് പറഞ്ഞത്. ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് പറയാൻ എങ്ങനെ പറയും? ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ്. സോ ദി ഫോർത്ത് വൺ ഈസ് ഡെമോൺസ്ട്രേറ്റ് പ്രോണൗൺ. Demonstrate pronoun is used in a sentence to point out something specific. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഒരു സെൻറ്റൻസിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ വിച്ച് ആർ ഡെമോൺസ്ട്രേറ്റ് പ്രോണൗൺസ്. ഫസ്റ്റ് വൺ, ദിസ്, ദീസ്, ദാറ്റ്, ദോസ്. ഇത്രയാണ് ഡെമോൺസ്ട്രേറ്റ് പ്രോണൗൺ. ഇനി ഈ ദിസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇഫ് വി നീഡ് ടു പോയിന്റ് ഔട്ട് സംതിങ് നിയർ, വി യൂസ് ദി ഡെമോൺസ്ട്രേറ്റ് പ്രോണൗൺ ദിസ്. അപ്പോൾ അടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ പോയിന്റ് ചെയ്യാനാണ് ദിസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ലീഫ്. ഇതൊരു ലീഫാണ്. അപ്പം നമ്മുടെ അടുത്തായിരിക്കും ആ ലീഫ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ദിസ് ഈസ് എ ലീഫ്. സോ അതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ദിസ്. ഇനി ദീസ് യൂസ് ചെയ്യുന്നത് അടുത്തിരിക്കുന്ന സാധനം തന്നെ, പക്ഷെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ട്. ഇപ്പം നമ്മളിരിക്കുന്ന സൈഡിൽ കുറേ ലീവ്സ്, കുറേ ഇലകൾ ഇങ്ങനെ കിടക്കാണ്. അപ്പം നമ്മൾ പറയും ദീസ് ആർ ലീവ്സ്, ദീസ് ആർ ലീവ്സ്. സോ ഇത് രണ്ടും, ദിസും ദീസും, used to point out something near. The next one is that and another one is those. ഈ ദാറ്റും ദോസും യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു പോയിന്റ് ഔട്ട് സംതിങ് ഫാർ അവേ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ദാറ്റും ദോസും യൂസ് ചെയ്യുന്നത്. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദിസ് പറഞ്ഞ പോലെ
that is used in case of singular and those is used in case of plural. അപ്പോൾ ദൂരെ ഇരിക്കുന്ന ഒരു ലീഫ് ആണെങ്കിൽ നമ്മൾ പറയും that is a leaf എന്ന് പറയും. ഇപ്പോൾ ദൂരെ കുറേ ഇലകൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും those are leaves. So ഇതാണ് demonstrate pronoun. So in this class we have actually discussed the four type of pronoun: personal pronoun, possessive pronoun, reflective or emphatic, and demonstrate pronoun. So ഈ 4 pronouns നമ്മൾ ഡിസ്കസ് ചെയ്തു. So the remaining part of pronoun will be there in the next class. So I hope you understood these 4 pronouns. If you like this video, please like, share and subscribe to my channel. Thank you.